കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് ഈ സിലുവിനെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അവളെ കയ്യിരിപ്പിന് കിട്ടിയതാണ് അങ്ങനെ ഇങ്ങനെയാന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്. ഇത് കണക്ക് പിള്ളേരുടെ ഭാവി നശിപ്പിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ സിലു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. താനുണ്ടെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞു പോകണമെന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഉള്ള ഒരു കാര്യവും വിചാരിച്ചിട്ടില്ല. പക്ഷേ തൻ്റെ മക്കളെ ഓർത്തിട്ടാണ് പിരിഞ്ഞു വന്നത്. ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെയൊക്കെ സഹിച്ചൊക്കെ നിൽക്കുമായിരിക്കും. പക്ഷേ താനുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കത്തില്ല. തനിക്കുണ്ടെങ്കിൽ കുറച്ച് സറൗണ്ടിങ് കുറച്ച് പോസിറ്റീവായിട്ട് വേണമെന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് താൻ അതിൽ നിന്നെല്ലാം വെളിയിൽ വന്നത്. ഒരുപാട് പേര് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തനിക്കാണ് പ്രശ്നം അല്ലെങ്കിൽ താനാണ് പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതെന്നായിരുന്നു ഇത് കണക്ക് സിലു പറഞ്ഞത്. ഇത് സത്യമുള്ള കാര്യം. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന അവർക്കത് പറ്റുന്നില്ലെങ്കിൽ അത് കളഞ്ഞിട്ട് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ബാക്കിയുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിലല്ല ബാക്കിയുള്ളവർ ജീവിക്കേണ്ടത്. നമുക്കെന്തോ ശരിയെന്ന് തോന്നുന്ന കാര്യം നോക്കിയാണ് ജീവിക്കേണ്ടത്. ഇപ്പോൾ ഒരുപാട് പേര് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ കടന്ന് കയറിയിട്ട് അവർ ഇത് ചെയ്യണം അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മിക്ക എണ്ണത്തിൻ്റെയും പണി. അതല്ലാതെ ബാക്കിയുള്ളവർ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടി ആരും സമ്മതിക്കത്തില്ല.